ചിലരെയൊക്കെ എന്നും കാണണമെന്നില്ല, അവരോടൊക്കെ എന്നും സംസാരിക്കണമെന്നുമില്ല. അവരെ കാണുന്നത്, സംസാരിക്കുന്നത് ഒരു നിമിഷത്തേക്കാണെങ്കിലും അവർ തരുന്ന സ്നേഹം, കരുതൽ, അതിലൊക്കെ ഒരുപാട് ആത്മാർത്ഥതയുണ്ടാവും. അല്ലെങ്കിലും കൂടുതൽ പ്രകടനങ്ങളൊക്കെ പ്രഹസനങ്ങളാണ്. ഒരു വാക്കാണെങ്കിലും അത് ആത്മാർത്ഥമായി സംസാരിക്കാനും അതിനെ ആത്മാർത്ഥമായി നോക്കിക്കാണാനും കഴിയുന്നവർ തന്നെയാണ് നല്ലത്. നമ്മളെക്കാളേറെ ശ്രദ്ധിക്കുന്ന മനുഷ്യരിലാണ് നമ്മൾ ശരിക്കും ജീവിക്കുന്നത്. കുറ്റം പറയാൻ ഒരുപാട് ആളുകൾ കാണും. കുറവുകൾ നികത്താനും കൂടെ നിൽക്കാനും കുറച്ച് മനുഷ്യരേ ഉണ്ടാകൂ. എങ്ങനെയുണ്ട് എന്ന ചോദ്യങ്ങളിൽ നന്നായിരിക്കുന്നു എന്ന് കേൾക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ പോലും ആ അവസ്ഥയിൽ നമ്മളെക്കാളേറെ വേദനിക്കുന്നത് അവർക്കായിരിക്കും. ശരീരം രണ്ടായിരിക്കുന്നു എന്നേയുള്ളൂ, മനസ്സ് ഒന്നായിരിക്കും. വേദനകളിൽ കൂട്ടിരിക്കുന്ന ഒരാൾ വേർപെടുത്താനാകാത്ത വിധം നമ്മളിൽ വേരുറപ്പിച്ചിട്ടുണ്ടാകും. ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് എന്തു കൊടുക്കുന്നുവോ അതുമാത്രം, അല്ലെങ്കിൽ പലിശ സഹിതമോ തിരികെ കിട്ടുകയുള്ളൂ. അതായത് ഏത് പ്രവൃത്തിയും ഇൻപുട്ട് കൊടുത്താൽ മാത്രമേ ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. ഉദാഹരണത്തിന്, സൂര്യൻ കത്തിജ്വലിക്കണമെങ്കിൽ അതിന് ഹൈഡ്രജൻ ഇൻപുട്ട് വേണം. ഒരു വാഹനം ഓടണമെങ്കിൽ ഇൻപുട്ടായി ഇന്ധനം നിറയ്ക്കണം. ഒരു ക്ലോക്ക് പ്രവർത്തിക്കണമെങ്കിൽ അതിന് ഇൻപുട്ടായി ബാറ്ററി അല്ലെങ്കിൽ കീ കൊടുക്കണം. ഇതുപോലെയാണ് ജീവിതവും. നമ്മൾ എന്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നുവോ അത് മാത്രം, അല്ലെങ്കിൽ അല്പം കൂടുതൽ കിട്ടുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ, ജീവിതത്തിൽ നമ്മൾ എന്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതിൽ കൂടുതൽ നമ്മൾ കൊടുക്കാൻ തയ്യാറാവണം. പ്രണയം നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്നുവെങ്കിൽ അത് വിട്ടുകളഞ്ഞേക്കുക. നിങ്ങളെ കരയിക്കുന്ന സൗഹൃദങ്ങളെ കൈവിട്ട് കളയുക. നിങ്ങളൊന്നുമല്ലെന്ന് ഉരുവിടുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവരിൽ നിന്ന് തിരിഞ്ഞു നടക്കുക. ശരിയെന്ന് ബോധ്യമുള്ള നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പിറകെ പോകുക. ഒരു കുഞ്ഞു പുഞ്ചിരിയെങ്കിലും മറ്റുള്ളവർക്ക് സമ്മാനിക്കുക. നിങ്ങളെ സ്വീകരിക്കുന്ന ഇടങ്ങളിൽ കയറി ചെല്ലുക. നിങ്ങളെ എല്ലാ കുറവുകളോടും കൂടി ഉൾക്കൊള്ളുന്നവരുടെ കൈകോർത്ത് നടക്കുക. നിങ്ങളെന്നും നിങ്ങളായിരിക്കുക. അതുമാത്രമാണ് നിങ്ങളുടെ ജീവിതം. തോൽക്കണം നീ നിന്നെ പ്രാണനായി കരുതുന്നവരുടെ മുൻപിൽ മാത്രം. കരയണം നീ നിന്റെ കണ്ണുനീർ വീണാൽ പൊള്ളിപ്പിടയുന്ന ഹൃദയത്തിന് മുമ്പിൽ. മനഃപൂർവ്വം നിന്റെ ഹൃദയം കീറി മുറിക്കുന്നവരുടെ മുഖത്ത് നോക്കി ചിരിക്കണം നീ നന്നായിട്ട്. ആ ചിരിയിലുണ്ടാവണം അവർക്കുള്ള 1000 അമ്പുകൾ. വലിച്ചെറിയുന്നവരോട് സ്നേഹം യാചിച്ച് വാങ്ങുന്നതെന്തിന്? വലിഞ്ഞു കയറിച്ചെന്ന് വിലയില്ലാത്ത സ്നേഹം വീണ്ടും വീണ്ടും ഇരന്നു വാങ്ങാൻ ശ്രമിക്കരുത്. പിടിച്ചു വാങ്ങുന്നതൊന്നും ശാശ്വതമല്ല, നിരാശയാകും ഫലം. ആരൊക്കെ വിട്ടുപോയാലും നമുക്ക് സഞ്ചരിക്കാനുള്ള പാത ഒറ്റയ്ക്കാണ്. മനുഷ്യർ സ്വാർത്ഥരാണ്. ഒരു പരിധിക്കപ്പുറം ആരും നിങ്ങളുടെ കാര്യത്തിൽ താല്പര്യപ്പെടില്ല. അത് നിങ്ങൾ സ്വന്തമെന്ന് വിചാരിക്കുന്നവരോ എന്നും കൂടെയുണ്ടാകും എന്ന് ചിന്തിക്കുന്നവരോ ആരും, മാതാപിതാക്കൾ പോലും ഒരളവിനപ്പുറം കൂടെ കാണില്ല. അതുകൊണ്ട് ജീവിക്കേണ്ടത്, ജയിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അലസത ഇനിയും നിങ്ങൾക്ക് കൂടുതൽ വേദനകൾ നൽകാൻ പോകുന്നു എന്ന് ചുരുക്കം. സുഖമല്ലേ എന്നിടയ്ക്കിടെ ഒരു അന്വേഷണം. ഒറ്റയ്ക്കെങ്കിലും സൂക്ഷിച്ചു പോണം എന്നൊരു കുഞ്ഞുപദേശം. എത്തുന്നേരം ഒന്ന് വിളിക്കാൻ മറക്കരുതെന്നൊരു നിർദ്ദേശം. കൃത്യസമയത്ത് ആഹാരം കഴിക്കാത്തതിനിത്തിരി വഴക്ക്. ഒന്നിനുമല്ലാതെ കാരണമില്ലാതെ ഇടവേളകളിൽ ഒരു വിളി. ബന്ധം അതേതുമാകട്ടെ, നീ എനിക്കാരൊക്കെയോ ആണെന്ന് പറയാതെ പറയുവാൻ എത്രയോ വഴികൾ. നഷ്ടപ്പെടുത്തിക്കളഞ്ഞത് എന്നെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ തിരിച്ചു കിട്ടാൻ പ്രയാസമാണ്. കാരണം ഈ ലോകത്ത് മനുഷ്യനേക്കാൾ വാശി വേറെ ഒന്നിനുമില്ല. എത്ര സ്നേഹിച്ചിട്ടും, എത്ര മനസ്സിലാക്കിയിട്ടും, എത്ര ആത്മാർത്ഥത കാണിച്ചിട്ടും, എത്ര സമയം അവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടും ഒരിക്കൽ പോലും നമ്മളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അവരെ നമ്മൾ ചേർത്ത് നിർത്തുന്നതിൽ ഒരു കാര്യവുമില്ല. അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. പലരും പെരുമാറുന്ന അതേ രീതിയിൽ തിരിച്ചു പെരുമാറിയിരുന്നെങ്കിൽ എന്നേ അവസാനിക്കേണ്ട ബന്ധങ്ങളാണ് നമ്മളിൽ പലരും ഇന്നും വിള്ളലുകളൊന്നുമില്ലാതെ കൊണ്ടു നടക്കുന്നത്. സമയവും സാഹചര്യവും എപ്പോൾ വേണമെങ്കിലും മാറാം. അതിനാൽ ആരെയും അപമാനിക്കരുത്, അല്ലെങ്കിൽ ആരെയും വില കുറച്ച് കാണരുത്. നിങ്ങൾ ശക്തനായിരിക്കാം, പക്ഷേ സമയം നിങ്ങളെക്കാൾ ശക്തമാണ്.